20,000 രൂപയ്ക്ക് താഴെ ഒരു ബെസ്റ്റ് ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PocoX5Pro എന്ന് വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം. കാരണം സ്നാപ്ഡ്രാഗൺ 695 AMOLED ഡിസ്പ്ലേ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, IP53 വാട്ടർ റേറ്റിംഗ്, 5000 mAh ബാറ്ററി, 67 വാട്ട് ചാർജിംഗ്, ഇതെല്ലാം അടക്കം 20,000 താഴെ. എന്നാൽ ഏറ്റവും ബേസ് വേരിയന്റിന് 15,500 രൂപ ഇന്ന് വിലയുള്ളൂ. സോ ഈ ഒരു വിലയ്ക്ക് തന്നെ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും X4 Proയിലുണ്ട്. അതിന്റെ അപ്ഡേഷനായ X5 Pro വരുമ്പോൾ എത്രത്തോളം നന്നായിരിക്കും PocoX5 Pro? അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾക്ക് പോക്കോയോടുള്ള താല്പര്യം കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ വാട്ടെവർ, ഇന്ന് ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്നറിയാം വിശദമായിട്ട് തന്നെ. ആദ്യമായിട്ട് PocoX5 Proന്റെ ബോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. യൂഷ്വലായ പോക്കോ ബോക്സ് തന്നെ. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഫോൺ ഇരിക്കുന്നുണ്ട്, 67 വാട്ടിന്റെ ചാർജർ, ടൈപ്പ് സി കേബിള്, പിന്നെ കുറച്ച് ഡോക്യുമെന്റേഷൻ, കേസ്, സിം ടൂള്, ഇത്രയും കാര്യങ്ങളാണ്. എല്ലാം മാറ്റി വെച്ച് ഫോണിലേക്ക് വരാം. ഈ ഒരു ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയുണ്ട്, ഏറ്റവും മികച്ച പെർഫോമൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഏറ്റവും നല്ല ബാറ്ററി സെറ്റപ്പും ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാം ഒരു നന്നായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു ഈ ഫോണിൽ നിന്ന് സാരം. ക്യാമറ ഒന്ന് കണ്ടു നോക്കൂ. 4K 30 FPS ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ആണെന്ന് ഓർക്കണം. സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ്. അതായത് പല ഫോണുകളും 4K 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും അതിൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടാറില്ല. പക്ഷേ ഇവിടെ ഞാൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, മൂവ് ചെയ്യുമ്പോഴും അത്യാവശ്യം സ്റ്റേബിൾ ആയ വീഡിയോ ആണ് കിട്ടുന്നത്. സെൽഫി ക്യാമറയിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാം. സെൽഫിയിൽ 4K സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ഫുൾ എച്ച് ഡി നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ഒപ്പം സ്റ്റെബിലൈസേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ നടക്കുമ്പോഴും സ്റ്റേബിൾ ആണ്. ഫോട്ടോസും കാണാം, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെയിൻ ക്യാമറ ഇമേജുകളാണ് വരുന്നത്. സെൽഫി ക്യാമറ ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. 108 മെഗാപിക്സലിനെയാണ് ഇതിന്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിനെയാണ് വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാപിക്സലിന്റെ മാക്രോ സെൻസർ, ടോട്ടലി ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെയാണ് സെൽഫി ക്യാമറ, അതിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ കാണുന്നത്. സോ ക്യാമറ അത്യാവശ്യം നന്നായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ 20,000 താഴെ അല്ലെങ്കിൽ കൃത്യമായ വില എനിക്കറിയില്ല, ബട്ട് ഈ ഒരു ഫോണിന്റെ ക്യാമറ കൊള്ളാം, കുഴപ്പമില്ല. ഒരു നല്ല ബഡ്ജറ്റ് റേഞ്ച് ഫോണിലെ ഒരു നല്ല ക്യാമറ. പെർഫോമൻസും ഒട്ടും മോശമല്ല. സ്നാപ്ഡ്രാഗൺ 778G പ്രൊസസ്സർ വരുന്നുണ്ട്, അതായത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. 6GB റാം, 8GB റാം, 2 മോഡലുകൾ വരുന്നു. LPDDR4X റാം, 128GB സ്റ്റോറേജും 256GB സ്റ്റോറേജും വരുന്നുണ്ട്. UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. 5G ബാൻഡുകളൊക്കെ ആവശ്യത്തിനുണ്ട്, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഒറ്റ പ്രശ്നമല്ല, എനിക്ക് പോരാ, ഒന്നും കൂടി നന്നാവാമായിരുന്നു എന്ന് തോന്നിയ കാര്യം പെർഫോമൻസിന്റെ ഭാഗത്ത് ആൻഡ്രോയിഡ് 12 വരുന്നത്. എല്ലാവരും 13 കൊടുത്തു തുടങ്ങി, അവർക്കും 13 കൊടുക്കാം. പക്ഷേ ഈ ഒരു ടീം മൊത്തത്തിൽ 12 ഫോൺ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെ. ആൻഡ്രോയിഡ് 13 വന്നിരുന്നുവെങ്കിൽ ഒന്നുകൂടി നന്നായല്ലേ. അതാണ് എനിക്കൊരു ചെറിയ ഇഷ്ടക്കേട് നിൽക്കുന്നത്. ഇതിന്റെ UI നിങ്ങൾക്ക് ഇവിടെ കാണാം. MIUI യൂഷ്വലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള MIUI തന്നെ, വലിയ കാര്യമായ ചേഞ്ചുകളൊന്നുമില്ല. ഒരുപാട് ബ്ലൂടൂത്ത് വയേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യം കുറച്ച് ബ്ലൂടൂത്ത് വയേഴ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം. വേറെ ആഡിന്റെ ശല്യങ്ങളൊന്നും കാണാനില്ല. ഞാൻ നൈറ്റായിട്ട് യൂസ് ചെയ്യില്ല, ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി, വല്ലാണ്ട് അങ്ങോട്ട് യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് എന്തായാലും കണ്ടിടത്തോളം കൊണ്ട് വേറെ പരസ്യങ്ങളും ശല്യങ്ങളൊന്നും കയറി വന്നിട്ടില്ല. വളരെ നീറ്റായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളൊക്കെ ഇവിടെ കാണുന്ന പോലെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും പറ്റുന്നുണ്ട്. BGMI നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 778 ആണ്, അതുകൊണ്ട് തന്നെ അത് കളിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, സ്മൂത്ത് എക്സ്ട്രീം വരെ ഇട്ടുകൊണ്ട് നൈസായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. വല്ലാണ്ട് സ്മൂത്ത് എന്നല്ല, ആവശ്യത്തിനുള്ള സ്മൂത്ത്നെസ്, ആ ഒരു പ്രൊസസ്സറിൻ്റെതായ പവർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഗെയിമിങ്ങിനായാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഹീറ്റ് കൺട്രോളൊക്കെ ഉണ്ട്, ഓവർ ഹീറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ പെർഫോമൻസ് ഓക്കെയാണ്. ആ ആൻഡ്രോയിഡ് 12 ഒഴികെ ബാക്കി എല്ലാം നല്ലതാണ്. ഇനി ഈ ഫോണിന്റെ ഡിസൈൻ എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം പറയാറുള്ളതാണ്, എന്നാൽ ഇപ്പോൾ പറയാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ബോക്സി സ്റ്റൈലിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. താഴെ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സിം ട്രേ, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വരുന്നു, വോളിയം ബട്ടൺ, മുകളിൽ 3.5mm ജാക്ക് ഉൾപ്പെടുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറിന്റെ സ്പീക്കർ കാണാം, സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ കാണാം. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും തരുന്നുണ്ട്. റിയർ സൈഡും ഫ്രെയിമും ഒക്കെ പ്ലാസ്റ്റിക് ആണ്. ഫ്രണ്ടിൽ Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. IP53 വാട്ടർ റേറ്റിംഗും വരുന്നുണ്ട്. സോ ബിൽഡ് ക്വാളിറ്റിയിലൊന്നും വലിയ പ്രശ്നമില്ല. ഗ്ലാസ് ഒക്കെ ആയിരുന്നെങ്കിൽ ഒന്നുകൂടി ഉഷാറായേനെ അല്ലേ. ഇതിൽ പ്ലാസ്റ്റിക് ആണ്. 6.67 ഇഞ്ച് വരുന്ന ഫുൾ HD Xfinity AMOLED ഡിസ്പ്ലേ എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും AMOLED ഡിസ്പ്ലേ ആണ്, 10-bit ഡിസ്പ്ലേ ആണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ക്വാളിറ്റിയിൽ ഒരു ഇഷ്യൂ ഇല്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. ഡോൾബി വിഷനും HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 900 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. അടിപൊളിയാണ്. വിസിബിലിറ്റിക്കൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. നമുക്ക് ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം, നന്നായിട്ടുണ്ട്, ഒരു വിഷയമില്ല. ഡിസ്പ്ലേ അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ടിന്റെ ചാർജിങ്ങിനൊന്നും നോർമലി ഒരു ഇഷ്യൂ ഇല്ല. നമുക്കൊരു 10-50 അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ ചാർജ് ചെയ്തെടുക്കാം. ബാറ്ററി ലൈഫിലും വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. നന്നായിട്ട് ഒരു ദിവസം സുഖമായിട്ട് കിട്ടും. ഫിംഗർ പ്രിന്റ് അൺലോക്കിന്റെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ നൈസായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്.
വേറെ ഇഷ്യൂസ് ഒന്നുമില്ല അവിടെ. സാർ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 0.862 ആണ് ഹെഡ് സാർ വാല്യൂ. ബോഡി സാർ വാല്യൂ 0.868 ആണ് വരുന്നത്. സോ അതിനകത്തും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ഫൈനലി ഈ ഒരു ഫോൺ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടലി എല്ലാം നന്നായിട്ടുണ്ട്. ഈ ആൻഡ്രോയിഡ് 12 പകരം 13 കൊടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്പെക്കുള്ള ഒരു നല്ല ഫോൺ എന്ന് പറയാമായിരുന്നു. കാരണം 4K അടക്കം സ്റ്റെബിലൈസേഷനോടുകൂടി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിൽ ഇഷ്യൂ ഇല്ല, ബാറ്ററി ഓക്കെ, ഡിസൈനും അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ബോക്സി സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡബിൾ ഓക്കെ, ഡിസ്പ്ലേയും നല്ല ക്വാളിറ്റി, ടോട്ടലി എല്ലാം നന്നായിരിക്കുന്നു. പക്ഷേ പോക്കോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ട് ഈ കാര്യങ്ങൾ കേട്ടിട്ട്? ഇത് എത്ര വിലയ്ക്ക് വരുന്ന എനിക്ക് ഇപ്പോഴേക്ക് അറിയില്ല കേട്ടോ. വില അറിയുന്ന വഴി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അത് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയണം ഈ വിലയ്ക്ക് ഈ സ്പെക്കും കാര്യങ്ങളും വെച്ചുകൊണ്ട് നിങ്ങളിത് റെക്കമെൻഡ് ചെയ്യുമോ ഇല്ലയോ, കമൻറ്റ് ചെയ്യാം. പിന്നെ ചില സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യാറുണ്ട്, പോക്കോ ഒന്നും റെക്കമെൻഡ് ചെയ്യല്ലേ, എടുക്കുന്നവർക്കൊക്കെ പണി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഈ ഫോണിൻ്റെ അൺബോക്സിങ് ആയിട്ട് ഇനീഷ്യൽ ഇംപ്രഷനാണ് ഇവിടെ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ മാത്രമാണ് ചെയ്തത്. എടുക്കണോ വേണ്ടേ എന്നുള്ളത് 100% നിങ്ങളുടെ അഭിപ്രായമാണ്. നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാൻ ഇതിൻ്റെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഒരു അൺബോക്സിങ് ഇനീഷ്യൽ ഇംപ്രഷൻ. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുന്നു, ഞാൻ പരിചയപ്പെടുത്തി, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ താല്പര്യം എന്താണ്, അഭിപ്രായം എന്താണ്, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും. സോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.